الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قريبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം കുടുംബം, സമൂഹം, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെ വളരെ പ്രാധാന്യപൂർവമാണ് വിവരിച്ചിട്ടുള്ളത്. രക്തബന്ധങ്ങൾ, അതുപോലെ തന്നെ വിവാഹബന്ധങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥക്ക് അടിത്തറയായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ രക്തബന്ധങ്ങളും അതുപോലെ തന്നെ സമൂഹ ബന്ധങ്ങളും അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളും അതിനൊക്കെ വളരെ വ്യവസ്ഥയോടുകൂടെയുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഇസ്ലാമിലെമ്പാടും കാണാനായിട്ട് കഴിയും. ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ഇണയും തുണയുമായി കഴിയുക, വിവാഹം കഴിച്ച് ദമ്പതിമാരായി ജീവിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. 36-ാം അധ്യായം സൂറ യാസീനിൻ്റെ 36-ാം സൂക്തം, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു തആല പറയാണ്, സുബ്ഹാൻ, അല്ലാഹു മഹാപരിശുദ്ധനാണ്. ആ മഹാപരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന കാര്യങ്ങൾ എന്താ? അല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ സംഗതികൾക്കും ഇണകളെ സൃഷ്ടിച്ച ശക്തിയാണവൻ. എന്നിട്ട് പറയുന്നു മിമ്മാ തുംബിതുൽ അർദ്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സംഗതികൾക്കും ഇണകൾ. വമിൻ അൻഫുസിഹിം,
നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്നും മനുഷ്യർക്ക് അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചു. വമിമ്മാ ലാ യഅലമൂൻ, അവർക്ക് അറിയാത്തവക്കും ഇണകളായി അല്ലാഹു തആല സൃഷ്ടി നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു മഹാപരിശുദ്ധനാണ് എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇണയും തുണയും ദമ്പതിമാരായിട്ടുള്ള ജീവിതം അതൊക്കെ അള്ളാഹുവിൻ്റെ മഹാപരിശുദ്ധിയിലേക്ക്, അള്ളാഹുവിൻ്റെ ഒരു വലിയ കഴിവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്രയോ വചനങ്ങൾ കാണാം. 39-ാം അധ്യായം സൂറത്തുർ റൂം, അതിൻ്റെ 21-ാം സൂക്തം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു തആല പറയാൻ, അല്ലാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചത്. എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ സമാധാനപൂർവം ഒരുമിച്ച് ചേരുവാൻ വേണ്ടി. എന്നിട്ട് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു തആല നിങ്ങളുടെ ഇടയിൽ, ഈ ദമ്പതിമാർക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ദമ്പതിമാർക്കിടയിലുള്ള സ്നേഹവും കാരുണ്യവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിസ്മയകരമായിട്ടുള്ള, അത്യത്ഭുതകരമായിട്ടുള്ള അത്ഭുതങ്ങളിലേക്ക് അത് തെളിവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഹോദരങ്ങളെ, വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാരമായ ഒന്നല്ല. ഇസ്ലാമിൽ നമ്മൾ നടയെ സൂചിപ്പിച്ചല്ലോ, കൃത്യമായ വ്യവസ്ഥകളും നിയമങ്ങളുമുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ ലക്ഷ്യമായി പറയുന്ന കാര്യങ്ങൾ? ഒന്നാമതായിട്ട് സംശുദ്ധമായിട്ടുള്ള ജീവിതമാണ്. അപ്പം മറ്റുള്ള ജീവികൾ, പക്ഷികൾ, ജന്തുജാലങ്ങൾ അത് ഏതിനോടും ചേരുന്നു. അതിനങ്ങനെ കൃത്യമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷികൾ, അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ. എന്നാൽ മനുഷ്യരങ്ങനെയല്ല, ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ആരോട് ഇണചേരാം എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ അച്ചടക്കമുള്ള ലൈംഗിക രംഗത്ത് വിശുദ്ധമായിട്ടുള്ള, സംശുദ്ധമായിട്ടുള്ള ജീവിതം, അതാണ് വിവാഹത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായി പറയുന്നത്. 2, മനസ്സമാധാനം. വിവാഹം എന്ന് പറയുന്നത് മനസ്സിന് സമാധാനമുണ്ടാകാൻ വേണ്ടിയാണ്. ഒറ്റക്ക് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താ? ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റക്ക് ഇങ്ങനെ ജീവിച്ച് അങ്ങനെ പോകുമ്പോൾ അവനിൽ മാനസികമായിട്ടുള്ള, അല്ലെങ്കിൽ അവളിൽ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊന്നാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഇസ്ലാം പറയുന്നത് സന്താന സൗഭാഗ്യം എന്നുള്ളത്. സന്താനങ്ങൾ ഉണ്ടാകുക, അവരെ ഏറ്റവും നല്ല ശിക്ഷണം നൽകി വളർത്തിക്കൊണ്ടുവരിക, അങ്ങനെ ഈ സമൂഹത്തിൻ്റെ നിർമ്മിതി അത് തീർച്ചയായിട്ടും ഇസ്ലാം പ്രാധാന്യപൂർവ്വം കാണുന്നു. അതുപോലെ തന്നെ ജീവിതത്തിന് ക്രമവും വ്യവസ്ഥയും അത് വിവാഹത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഇസ്ലാം കാണുകയാണ്. ഒരു താളം തെറ്റിയ ജീവിതം അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയും ജീവിക്കാം, ആരുടെ കൂടെയും ജീവിക്കാം, എവിടെയും പോയി അന്തിയുറങ്ങാം. അങ്ങനെയുള്ള ഒരു താളം തെറ്റിയ താറുമാറായിട്ടുള്ള ജീവിതം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ വിവാഹ ജീവിതത്തിലൂടെ ക്രമവും വ്യവസ്ഥയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്നേഹബന്ധം, വിവാഹത്തിലൂടെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള 2 വ്യക്തികൾ മാത്രമല്ല, ആ കുടുംബങ്ങൾ, അങ്ങനെ സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ പുതിയ കുട്ടികൾ മാത്രമല്ല, അല്ലെങ്കിൽ യുവാക്കളോ യുവതികളോ മാത്രമല്ല, പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്
നവലിബറൽ ആശയങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് വിവാഹമില്ലാത്ത ഒരു ജീവിതം അഥവാ കുടുംബ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്ന സാമൂഹിക അച്ചടക്കങ്ങളെ തകർത്തെറിയുന്ന സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ്. വിവാഹരഹിത ജീവിതമാകാം, വിവാഹമൊന്നും കഴിക്കേണ്ടതില്ല. വിവാഹം കഴിച്ചാൽ ചെങ്ങലകളിൽ ബന്ധിപ്പിച്ചതുപോലെയാണ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സർവതന്ത്ര സ്വതന്ത്രയായി നടക്കണമെങ്കിൽ വിവാഹം വേണ്ട, വിവാഹരഹിത ജീവിതം നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനുവരി മാസത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണം, അതിൻ്റെ പകുതിയോളം പേജുകൾ ഇങ്ങനെ വിവാഹം ഒഴിവാക്കി, അല്ലെങ്കിൽ വിവാഹം ഒഴിവാക്കുക മാത്രമല്ല, വിവാഹരഹിത ജീവിതം നയിക്കുക മാത്രമല്ല, അതിൽ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ലെസ്ബിയൻ വിവാഹങ്ങൾ, സ്ത്രീയും ഒന്നിച്ച് താമസിക്കുക, പുരുഷനും ഒന്നിച്ച് താമസിക്കുക, അതുപോലെ തന്നെ ഇന്റർ റിലീജിയസ് ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ പ്രേമിച്ചോ പ്രേമിക്കാതെയോ ഒക്കെ അവർ കല്യാണം കഴിക്കുക, അതുപോലെ തന്നെ സ്വവർഗ വിവാഹങ്ങൾ, അതുപോലെ തന്നെ മതരഹിത വിവാഹങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ എഴുന്നള്ളിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്ത്, നിങ്ങൾ നോക്കൂ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വൻ ശക്തികളുണ്ട്. അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അച്ചടക്കമുള്ള സാമൂഹ്യ വ്യവസ്ഥതയെ തകർത്തെറിയാൻ പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈംഗിക തൊഴിലാളി എഴുതിയിട്ടുള്ള പുസ്തകം കേരളത്തിൽ ലക്ഷോപലക്ഷം പ്രതികൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ സ്ത്രീയുടെ പിന്നെ നളിനി ജമീല എന്നോ മറ്റോ പേരുള്ള ഒരു വനിത, അവരെ കുറിച്ചുള്ള പല പിന്നെ അഭിമുഖങ്ങൾ വന്നിട്ടുണ്ട്, ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതിന് എഴുതിയ പുസ്തകം തീർന്ന് വീണ്ടും പതിപ്പുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മതം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക സംസ്കാരം, ഇസ്ലാമിക കുടുംബ വ്യവസ്ഥ, അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ആർക്കും ആരുടെ കൂടെയും ജീവിക്കാം എന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഇപ്പോൾ ഒരു മുസ്ലിം മറ്റുള്ള മതത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ബഹുദൈവ ആരാധന നടത്തുന്ന, ബഹുദൈവ വിശ്വാസമുള്ള ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട്, ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഇന്റർ റിലീജിയസ് ലവ് മാരേജ് എന്ന് പറയുന്ന സംഭവം, അപ്പോൾ അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇതൊക്കെ നിസ്സാരമായിട്ടും പുരോഗമനപരമായിട്ടും അതൊക്കെ സ്ത്രീകളുടെ അവകാശമാണ്, അല്ലെങ്കിൽ വധൂവരന്മാരുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം എന്താ പറയുന്നത്? 2-ാം അധ്യായം 221-ാം സൂക്തത്തിൽ പറയുന്നു, വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന വല അമതുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക. ബഹുദൈവ വിശ്വാസിനികളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ആ ബഹുദൈവ വിശ്വാസിനികൾ നിങ്ങളെ പിന്നെ ഇഷ്ടപ്പെടുത്തിയാലും, അവളുടെ സൗന്ദര്യത്തിലും അവളുമായിട്ട് കഴിയാൻ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നുവെങ്കിലും എന്ന വലൗ അഅജബതുക്കും എന്നാണ്. നിങ്ങൾക്ക് അവള് പിന്നെ ഒരു ആകർഷണീയത തോന്നിയാലും അവളെ സംബന്ധിച്ച് അവളെ നിങ്ങൾ കല്യാണം കഴിച്ചുകൂടാ. വല അമതും മുഅ്മിനത്തുൻ, സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള മുഅ്മിനത്തായിട്ടുള്ള ഒരു അടിമയാണ്, അടിമ സ്ത്രീയാണ് അതിനേക്കാൾ ഉത്തമം എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ. ബഹുദൈവ ആരാധകന്മാർ, ബഹുദൈവ വിശ്വാസികൾ, അവർക്ക് നിങ്ങളെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ബിംബാരാധന നടത്തുന്ന, വിഗ്രഹാരാധന നടത്തുന്ന, ശിർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ഹത്താ യുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നത് വരെ. ഈ ആയത്തൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഏത് മതത്തിൽപ്പെട്ട ആളുമായിട്ടൊക്കെ കല്യാണം കഴിച്ച്, പ്രത്യേകിച്ച് ബഹുദൈവ വിശ്വാസികളൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാം എന്നുള്ളൊരു സങ്കല്പം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പറയാണ്, എന്താ പറയുന്നത്? വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ. ആ ബഹുദൈവ ആരാധകനേക്കാൾ, ബഹുദൈവ വിശ്വാസിയേക്കാൾ
ഒരു അടിമ, എങ്ങനെയുള്ള അടിമ? ഈമാനുള്ള അടിമ, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നാണ്. വലൗ അഅജബക്കും, ആ പുരുഷൻ, ആ ബഹുദൈവവാദി, അയാൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അവർ കല്യാണം കഴിച്ചു കൊടുത്തുകൂടാ. എന്താ കാരണം? ഉലൈക യദഊന ഇലന്നാർ, അവര് നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അല്ലാഹു തആല പറയാൻ, നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അല്ല പഠിപ്പിച്ച നിയമങ്ങളോ വല്ലാഹു യദഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറ, അല്ലാഹു സ്വർഗത്തിലേക്കും അതുപോലെ പാപമോചനത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിൽ രേഖപ്പെടുത്തുന്നത്. സ്വർഗ വിവാഹങ്ങള് ഞാൻ പറഞ്ഞല്ലോ, ആണും പെണ്ണൊക്കെ ഇവർക്കൊക്കെ വലിയ തോതില് സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സംശയിക്കുന്നു. അവര് പറയാൻ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അടിത്തറ സേഫാണ്, അതുകൊണ്ട് ഒരു പെണ്ണും ഒന്നിച്ച് ജീവിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല, സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫ് ലഭ്യമാണ് എന്നാണ് പറയുന്നത്. എത്രമാത്രം അർത്ഥശൂന്യമാണത്! മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 1456, ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 4462, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ 2561 വചനങ്ങളിൽ കൊടുത്തിട്ടുള്ള പ്രവാചകന്റെ വചനം ഇപ്രകാരമാണ്. അൻഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിന്റെ ആ ഏർപ്പാട് ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ ആ ആളുകളെ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്യുന്നവരെയും അതിന് വിധേയമാക്കപ്പെട്ടവനെയും വധിച്ചു കളയുക എന്നാണ്. അതൊരു ഇസ്ലാമിക ശരീഅത്തുള്ള നാട്ടില് അവിടുത്തെ ഭരണാധികാരി ചെയ്യേണ്ടതാണ്, നമുക്ക് കയ്യേറാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ വലിയ പാപമായിട്ടാണ് ഇസ്ലാം ഇതെണ്ണിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ചാനലുകാര് മൈക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങനെ അവരുടെ പല കാര്യങ്ങളും പറയുന്നു, അവര് ഫേമസ് ആകുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മള് പരലോക വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൂത്ത് എന്ന് പറയുന്ന പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജനത ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യുന്നവരായിരുന്നു. ആ മഹാനായ പ്രവാചകൻ ആവർത്തിച്ചുകൊണ്ട് ആ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വൃത്തികെട്ട നീചമായ നികൃഷ്ടമായതാണ്. ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം. ആരോഗ്യമുള്ള രക്തവും മജ്ജയും മാംസവുമുള്ള ആളുകൾക്ക് അവർക്ക് സ്ത്രീകളെ വേണ്ട, പുരുഷന്മാർ മതി എന്നുള്ള ആ ഒരു സ്വഭാവം അല്ലാഹു തആല സൂറത്തുൽ ഹിജ്ർ 15-ാം അധ്യായം 73 മുതൽ 75 വരെയുള്ള സൂക്തങ്ങളിൽ പറയുകയാണ്. അതായത് സൂര്യൻ ഉദിച്ചിങ്ങനെ പ്രഭ വരുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി എന്നാണ്. അവരെ കീഴ്മേൽ മറിക്കപ്പെട്ടു എന്നാണ്. മുകൾ ഭാഗം അടിഭാഗത്തേക്കായിട്ട് ഈ ഭൂമുഖത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, സമ്പത്തുകളുണ്ട്, എത്രയെത്ര മനുഷ്യരുണ്ട്, അവരെല്ലാം ഭൂമിയുടെ അന്തർഭാഗത്തേക്കാക്കി, ഭൂമിയുടെ ഉൾഭാഗം മുകളിലോട്ടാക്കി. ആകാശലോകത്തു നിന്ന് വർഷിപ്പിച്ചു. എന്താ വർഷിപ്പിച്ചത്? ചുട്ട് പഴിപ്പിക്കപ്പെട്ട കല്ലുകൾ അവരുടെ മേൽ വർഷിപ്പിച്ചു എന്നാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുതവസ്സിമീൻ, അവ ചിന്തിക്കുന്ന ഗുണപാഠം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. 54-ാം അധ്യായം സൂറത്തുൽ ഖമറില്
അല്ലാഹു തആല പറയുന്നത് കണ്ണുകൾ, മനുഷ്യന്റെ 2 കണ്ണുകളുണ്ടല്ലോ, ഒരു ജനതയുടെ ഈ ഓരോ കണ്ണുകളും നീക്കം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട സമൂഹം അതാരാ? ഈ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹമാണ്. ആ ആയത്ത് പ്രകാരമാണ് വലഖദ് റാവദൂഹു അൻ ലൈഫിഹി. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ വീട്ടിലേക്ക് സുന്ദരന്മാരായ യുവാക്കളായ 2 ആളുകൾ വന്നല്ലോ, മലക്കുകളായിരുന്നു അവർ. ആ സുന്ദരന്മാരായ യുവാക്കളെ കണ്ടപ്പോൾ ആ ആളുകൾ അവരെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ കൂടുകയുണ്ടായി. അപ്പോ അല്ലാഹു തആല പറയാണ് വലഖദ് റാവദൂഹു അൻ ലൈഫി, അദ്ദേഹത്തിന്റെ അതിഥികളെ അവർ പിന്നാലെ പുറകെ കൂടി. ഫതമസ്നാ, അങ്ങനെ നാം മായ്ച്ചു കളഞ്ഞു, എടുത്തു കളഞ്ഞു. അഅയുനഹും, അയുൻ എന്ന് പറഞ്ഞാൽ അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ. അപ്പോ ഒരു സമൂഹത്തിന്റെ കണ്ണുകൾ എടുക്കപ്പെട്ട് തുടച്ചു മാറ്റപ്പെട്ട് ശിക്ഷക്ക് വിധേയമാക്കപ്പെട്ട സമൂഹം അതാണ് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹം. എന്നിട്ട് അവരോട് പറഞ്ഞു ഫദൂഖൂ, നിങ്ങൾ ആസ്വദിക്കുവിൻ, അദാബി വനുദുർ, എൻ്റെ അദാബ്, എൻ്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുവിൻ, വനുദുർ, എൻ്റെ മുന്നറിയിപ്പുകളും നിങ്ങൾ ആസ്വദിക്കുവിൻ എന്നുള്ളതാണ്. മതമൊന്നും വേണ്ട, മതമില്ലാത്ത ജീവൻ അല്ല മതമില്ലാത്ത ജീവിതം മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രോത്സാഹനം അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. മതത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ദീനില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ അവസ്ഥ എന്താ? ചിന്തയില്ലാത്ത കണ്ണും കാതും ഹൃദയവും ഒക്കെ അല്ലാഹു തആല തന്നിട്ട് അതുകൊണ്ട് കാണേണ്ടത് കാണാതെ, അറിയേണ്ടതറിയാതെ അങ്ങനെ ജീവിക്കുന്നവർ ഉലൈക കൽ അൻആം, മൃഗതുല്യരാണ് എന്നാണ്. അല്ല, കന്നുകാലികളെ പോലെയല്ല, ബൽഹും അവൽ, അതിനേക്കാൾ ഏറ്റവും വഴികെട്ടവരാകുന്നു എന്നുള്ളതാണ്. അപ്പം മതം എന്ന് പറയുന്നത് അതങ്ങനെ കളഞ്ഞു കുളിക്കാനുള്ളതല്ല. അത് നമ്മുടെ നെഞ്ചിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ച് രൂഢമൂലമാക്കി സംരക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ജനറൽ ന്യൂട്രാലിറ്റി എന്ന പേരിൽ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറിസം എന്ന് പറയുന്ന പ്രതിഭാസം, അതിനെയൊക്കെ വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ ചികിത്സിച്ചാൽ മാറ്റാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ചെറിയ ചില പ്രശ്നങ്ങളെ കൂടുതൽ ആക്കം കൂട്ടി വളർത്തിക്കൊണ്ട് ഒരാണിനെ പെണ്ണാക്കി, പെണ്ണിനെ ആണാക്കി, ആ രൂപത്തിൽ ആണ് നമ്മുടെ പല പ്രശ്നങ്ങളും. അതിന് പാഠ്യപദ്ധതിയിൽ പോലും അതിനുള്ള ചില സംഗതികൾ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ആണും പെണ്ണും എന്നുള്ള വ്യവസ്ഥകളൊക്കെ മാറി സ്വവർഗ വിവാഹത്തിനും സ്വവർഗ ലൈംഗികതക്കും പച്ചക്കൊടി കാണിക്കുന്ന ഒരവസ്ഥ. ഇനി നോക്കൂ, ഇത്തരം തിന്മകളുണ്ടല്ലോ, ഈ തിന്മകൾ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എത്രമാത്രം അപകടകരമാണ്! ഇത് മാത്രമാണോ? ലിവിങ് ടുഗദറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കല്യാണമൊന്നും കഴിക്കേണ്ടതില്ല, ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ, ഇഷ്ടപ്പെട്ട സ്ത്രീയുടെ കൂടെ അങ്ങോട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു ജീവിതം, അതിനുമൊക്കെ പ്രോത്സാഹനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാ സഹോദരങ്ങളെ, നിക്കാഹ് കഴിക്കാതെ, വിവാഹം കഴിക്കാതെ, ഇസ്ലാം പറയുന്ന രീതിയിലുള്ള ശരീഅത്തനുസൃതമായിട്ടുള്ള വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും കുറ്റകരമായ, നിന്ദ്യകരമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വിവാഹം കഴിക്കാതെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അല്ലാഹു തആല 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 32-ാം വചനം അതിൽ പറയുന്നത് വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീലാ, വ്യഭിചാരത്തോട് നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത്, തീർച്ചയായും ഏറ്റവും വൃത്തികെട്ട, ദുഷിച്ച, വെറുക്കപ്പെട്ട മാർഗമാണത് എന്നാണ്. ഫാഹിഷതൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറായിട്ടുള്ള തഫ്സീറുൽ ഖുർആനിൽ അളീമിൽ രേഖപ്പെടുത്തുന്നു,
ഇന്നഹു കാന ഫാഹിഷതൻ ഐ ദംബൻ അളീമൻ, വമ്പിച്ച കുറ്റകൃത്യം, വമ്പിച്ച പാപം, അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വസാഅ സബീല എന്ന് പറഞ്ഞാൽ വബിഇസ ത്വരീകൻ വമസ്ലകൻ, എത്ര ദുഷിച്ച ഏർപ്പാട്, എത്ര ദുഷിച്ച മാർഗം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം അതിലേക്ക് സമീപിക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ്. വലിയ പാപമാണ് ഇതൊക്കെ. ചെറിയ പാപമാണ്, അല്ലെങ്കിൽ ചെറിയ തെറ്റാണ്, നിസ്സാരമാണ് എന്നുള്ള ഒരു ചിന്ത വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ആ വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരുടെ സവിശേഷതകൾ അല്ലാഹു തആല 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. അതിൻ്റെ 68 മുതൽ 70 വരെയുള്ള സൂക്തങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണതിൽ പറയുന്നത്? അള്ളാഹുവിൻ്റെ പരമകാരുണികനായിട്ടുള്ള ആ നാഥന്റെ ദാസന്മാർ, അവരുടെ ആ പ്രത്യേകതകൾ പറയുമ്പോ വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോടൊപ്പം മറ്റൊരാരാധ്യനെയും വിളിച്ചു ദുആ ചെയ്യാത്തവർ, അതാണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായം കൂടാതെ അല്ലാഹു പവിത്രമാക്കിയിട്ടുള്ള മനുഷ്യരെ വധിച്ചു കളയുക, അങ്ങനെ ചെയ്യാത്തവരുമാണ് അള്ളാഹുവിന്റെ ദാസന്മാർ. മൂന്നാമതായി പറയുന്നതോ വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരുമാകുന്നു. 3 സംഗതികൾ അവിടെ പറയുന്നത്. എന്തുകൊണ്ടാ? നമുക്കറിയാം, ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുകൂടെ മറ്റുള്ള ശക്തികളോട് പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നുള്ള ഷിർക്ക്, അത് വലിയ പാപമാണ്. മനുഷ്യരെ വധിച്ചു കളയുക എന്നുള്ളത് വലിയ പാപമാണ്. മൂന്നാമതായി ഇവിടെ എണ്ണിയത് എന്താ? വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരുമാണ് എന്നാണ്. ആളുകൾക്ക് ധാരണ ഉണ്ട് ഈ സബഉൽ മുബിഖാത്ത് അതില് പറയുന്ന കാര്യങ്ങൾ മാത്രമാ വലിയ പാപം എന്നുള്ളത്. അത് മാത്രമല്ല, അത് സബഉൽ മുബിഖാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അൽ മുഹ്ലികാത്ത്, ഹലാക്ക് ഉണ്ടാക്കുന്ന, നശിപ്പിക്കുന്ന വലിയ പാപങ്ങൾ എന്നുള്ളതാണ്. അതിനർത്ഥം അത് മാത്രമാണ് എന്നുള്ളതല്ല. ഈ വ്യഭിചാരവും വലിയ പാപങ്ങളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താ? വമൻ യഫ്അൽ ദാലിക യൽക അസാമാ, ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ അതിന്റെ പാപം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന, നിന്ദനായിക്കൊണ്ട് നരകത്തിൽ നിത്യവാസം അനുഭവിക്കേണ്ടി വരും എന്നാണ്. അപ്പൊ തൗബ ചെയ്യണം എന്നർത്ഥം. തൗബ ചെയ്യാതെ അങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷയില്ല. ഇസ്ലാമിക ശരീഅത്തുള്ള ഒരു രാജ്യത്ത് സഹോദരങ്ങളെ, ഖുർആനും സഹീഹായ തിരുസുന്നത്തും ഭരണഘടനയായി സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് വ്യഭിചാരികൾക്കുള്ള ശിക്ഷ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രം കേട്ടാൽ മതി. വ്യഭിചാരത്തിന്റെ ആ തിന്മയുടെ എത്രമാത്രം അതിശക്തമായി കൊണ്ടാണ് ഇസ്ലാം അല്ലാഹു തആല അതിനെ കാണുന്നത് എന്നുള്ളത്. അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ എന്നാണ്. വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ അവർക്ക് 100 അടി അടിക്കണം എന്നുള്ളതാണ്. വലാ തഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ മതത്തിൽ ഈ ശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു ദയ കാണിക്കരുത് എന്നാണ്. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ കാണാം, അൽ ബിക്ർ ബിൽ ബിക്രി ജൽദു മിഅത്തിൻ വനഫിയു സനത്തിൻ, വിവാഹം കഴിക്കാത്ത ആളുകൾ വിചാരത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് 100 അടിയടിക്കണം, 1 വർഷം നാട് കടത്തണം. ഇനി മുതിർന്നവരാണെങ്കിലോ, വിവാഹം കഴിച്ചിട്ടുള്ള ആളുകളാണ്, ഇങ്ങനെ ഇത്തരം വ്യഭിചാരമൊക്കെ ചെയ്താലോ അവർക്ക് ജൽദു മിഅത്തിൻ വറജ്മു, 100 അടിയും എറിഞ്ഞു കൊല്ലലും. അതാണ് സ്വഹീഹുൽ ജാമിഅ് 3215. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവമില്ലേ? 19 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി
വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോൾ ആ പെൺകുട്ടിയോട് ഭർത്താവിന്റെ വീട്ടുകാരും പറഞ്ഞു, പെണ്ണേ, നീ കറുത്തവളാണ്, നിനക്ക് സൗന്ദര്യം പോരാ, അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകണം, നിനക്ക് വേറെയും വിവാഹം കിട്ടും. ആ പെൺകുട്ടി ഭർത്തൃമാതാവിന്റെ കാലിൽ പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവർ തയ്യാറായില്ല, പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസമാകുന്നേയുള്ളൂ. മധുവിധുവിന്റെ ആ മധ്യേ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് അതിൻ്റെ ആ ചൂടാറും മുമ്പ് ആ കുട്ടി ആ വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് അതിനുള്ള നിർബന്ധമായിട്ടുള്ള പ്രേരണയായിരുന്നു ആ കുട്ടിയുടെ ഭർത്തൃ വീട്ടുകാർ നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അരിഞ്ഞുകളയാനുള്ള ഒന്നല്ല. വിവാഹം എന്ന് പറയുന്നത് ഇണയുടെ സ്വപ്നങ്ങളുടെ ആ ചിറകുകൾക്ക് സപ്പോർട്ട് നൽകുന്ന, അവൾക്ക് സന്തോഷം നൽകുന്ന, അവന് സന്തോഷം നൽകുന്ന മഹനീയമായിട്ടുള്ള ഒരു ലൈഫാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹം എന്ന് പറയുന്നത്. സൗന്ദര്യം, കളറ്, മനുഷ്യന്റെ ഈ സ്ത്രീയുടെ കളറ് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരാള് കല്യാണം കഴിക്കാൻ വേണ്ടി പോകാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി പോയപ്പോ ആ മനുഷ്യനോട് യാദൃശ്ചികമായിട്ട് പ്രവാചകന്റെ മുമ്പിൽ ആ മനുഷ്യൻ എത്തിപ്പെട്ടു. സഹോദരങ്ങളെ, അപ്പോ അൻസ്വാരികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് റസൂൽ ചോദിച്ചു, അനലർത്ത ഇലൈഹ, നീ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ അവളിലേക്ക് നോക്കിയോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ അവളെ നോക്കിയിട്ടില്ല. ഖാല, റസൂൽ പറഞ്ഞു, ഫദ്ഹബ്, നീ പോകൂ, എന്നിട്ട് ഫൻദുർ ഇലൈഹ, അവളിലേക്ക് നോക്കൂ. പെണ്ണ് കാണാൻ വേണ്ടി പോകണം. പെണ്ണിന്റെ ഫോട്ടോ കണ്ടത് കൊണ്ട് മാത്രം വിവാഹം കഴിക്കാൻ പാടില്ല. പെണ്ണിനെ കാണണം, അവളുടെ മുഖത്തേക്ക് നോക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവളുടെ കൈകളിലേക്ക് നോക്കാം, കൈകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് കല്യാണം കഴിക്കാനായിട്ട് പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ്, സൽക്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ 10-20 ദിവസം ആ സന്ദർഭത്തിലാ നിനക്ക് നീ കറുത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നത്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ, എത്ര ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടിയെ 19 കൊല്ലക്കാലം വളർത്തി വലുതാക്കി BSc മാത്സ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി മാത്രം ഈ ഒരു സംഭവം മാത്രമല്ല, ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. വിവാഹം കഴിച്ച്, വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ആലോചിച്ച് വലിയ പരിപാടികൾ നടത്തി, അങ്ങനെ ആ വിവാഹം കഴിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഭർത്താവിന് വേണ്ട എന്ന് പറയുന്ന, ന്യായമായ ഒരു കാരണവും കൂടാതെ ഈ ഭർത്താവിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്ന പെൺകുട്ടികളുടെ സംഭവങ്ങളുമുണ്ട്. അപ്പോ ഗൗരവമായിട്ട് നമ്മുടെ മക്കൾ അവരൊക്കെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണിത്. പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ ജാഹിലിയ്യത്തില് 4 കാര്യങ്ങൾക്കാണ് വിവാഹം കഴിക്കപ്പെടാറുണ്ടായിരുന്നത്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ. ലിമാലിഹ, അവളുടെ സമ്പത്തിലാക്കിക്കൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. വലി ഹസബിഹ, അവളുടെ കുലമഹിമ നോക്കിക്കൊണ്ട് കല്യാണം കഴിക്കുന്നവർ. വലി ജമാലിഹ, അവളുടെ ഭംഗി, സൗന്ദര്യം അതൊക്കെ നോക്കിക്കൊണ്ട് കല്യാണം കഴിക്കുന്നവർ. വലി ദീനിഹ, അവളുടെ മതബോധം, അവളുടെ ദീനീ നിഷ്ഠ അത് പരിഗണിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, മതമുള്ളയാളെ നീ കല്യാണം കഴിക്കുക. ഇല്ല എങ്കിലോ തരിബത് യദാക്, നിന്റെ 2 കരങ്ങളും മണ്ണ് പുരളും. അഥവാ അതിന് ഇമാം നബവി റഹ്മഹുല്ലാ നൽകിയിട്ടുള്ള അർത്ഥം എന്താ? ഖാതലഹുല്ലാ എന്നാണ്.
അള്ളാഹുവിനെ നശിപ്പിക്കട്ടെ എന്നാണ്. അതായത് മതം നോക്കാതെ സൗന്ദര്യം മാത്രം നോക്കി, ആ കുലമഹിമ മാത്രം നോക്കി, അതുപോലെ സമ്പത്ത് മാത്രം നോക്കിയൊക്കെ കല്യാണം കഴിക്കുക എന്നുള്ളത് അത് നശിക്കാൻ ഇടവരുത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഒരു പെണ്ണിനെ കണ്ട് ന്യായമായി അവളെ ഇഷ്ടപ്പെട്ട് അവൾ മതബോധമുള്ളവളാണ്, ഒരു നല്ല ഇസ്ലാമിക കുടുംബം രൂപീകരിക്കാൻ ഉതകുന്നവളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുക. അതല്ലാതെ മറ്റൊരാൾ നിർബന്ധിപ്പിച്ച് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടി, നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ ഉള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ, അവരൊക്കെ എത്ര അവകാശ ബോധമുള്ളവരായിരുന്നു. പലരും ഇസ്ലാമിനെ പഴഞ്ചനാണ് എന്ന് പറയാറുണ്ട്. ഇസ്ലാമിലെ വനിതകളുടെ അവകാശ ബോധവും അവരുടെ വിവേകവും അവരുടെ പക്വതയുമൊക്കെ സ്വഹാബ വനിതകളുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞു, എനിക്കയാൾ ഇഷ്ടമല്ല, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. പിതാവ് നിർബന്ധിപ്പിച്ച് ആ മനുഷ്യന് ഈ സ്ത്രീ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലുള്ള കാലഘട്ടമാണ്. ആ സ്ത്രീ നബിയുടെ അടുക്കൽ വന്ന്, പ്രവാചകരെ, എൻ്റെ പിതാവ് എനിക്കിഷ്ടമില്ലാത്ത ആൾക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വിവാഹം ബാത്തിലാണ്, അത് വിവാഹം ആയിട്ട് പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത് ഇനി ഒരിക്കലും മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഏതായിരുന്നാലും ഞാൻ ഈ ജീവിതവുമായി മുന്നോട്ട് പോകാമെന്ന്. അപ്പോൾ അതിന്നുള്ള പാഠം എന്താ? ഒരാൾ നിർബന്ധിപ്പിച്ച് അങ്ങനെയായിട്ട് കല്യാണം കഴിക്കുന്നത് ശരിയല്ല എന്നാണ്. വളരെ വ്യക്തമായ ചിന്തയുണ്ടാകണം. ഞാൻ ഈ കാണുന്ന പെണ്ണ്, ഞാൻ വിവാഹം അന്വേഷിക്കുന്ന ഈ പെണ്ണ്, അവൾ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ളവളാണ്, എനിക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടവളാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയാണ്, എൻ്റെ ഈമാനിലും എൻ്റെ മതപരമായ കാര്യങ്ങളിലുമൊക്കെ എന്നെ സഹായിക്കേണ്ടവളാണ്, എൻ്റെ നരകവും സ്വർഗവും ഒക്കെ ആ കണക്കാക്കുന്ന, അല്ലെങ്കിൽ അത് കിട്ടാൻ ഉതകുന്ന, അതിനൊക്കെ പരിഗണിക്കേണ്ടുന്ന ഒന്നാണ് എന്നൊക്കെ മനസ്സിലാക്കി മരണം വരെ ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ, ആനന്ദത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന പെണ്ണാണ് എന്നുള്ള നിശ്ചയത്തോടുകൂടെ ആയിരിക്കണം ആ പെണ്ണ് കാണലും പെണ്ണ് കല്യാണം കഴിക്കലും ഒക്കെ. ഇത് കാണുന്നു, എന്നിട്ട് അവിടുന്ന് വരുന്നു, അങ്ങനെ വീട്ടിലെ ബന്ധുക്കൾ പോകുന്നു, അവർ കാണുന്നു, പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, എന്നിട്ട് അങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നു, വലിയ ഗ്രാൻഡായിട്ട് പരിപാടികൾ നടത്തുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 10, 15, 20 ദിവസം കഴിയുമ്പോഴേക്ക് എനിക്ക് അവളെ വേണ്ട, അവളുടെ നിറം പോരാ, മുമ്പെന്നോ കണ്ട ഫോട്ടോ കണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് പാടില്ല, അത് ശരിയല്ല എന്ന പെൺകുട്ടികളും ചില കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അതായത് ഒരു സുഹൃത്ത് കല്യാണം കഴിച്ചു. നിങ്ങൾ നോക്കൂ, ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ എത്ര സാമ്പത്തിക ഭാരമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചിട്ട് മൊഴി ചൊല്ലുകയാണ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അന്തസ്സുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ഒരു സ്റ്റാൻഡേർഡുള്ള ആളുകൾക്ക് ഒരു പെൺകുട്ടിയെ മൊഴി ചൊല്ലിയാൽ അത് വലിയ മൈനസ് പോയിന്റാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് 6 മാസമാകുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ വേണ്ട, ഒരു എഞ്ചിനീയറായിട്ടുള്ള ഭർത്താവിന്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഭർത്താവിന് എനിക്ക് അവന് വേണ്ട എന്ന് പറയാണ്. അപ്പം ഈ പെൺകുട്ടി ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന, നമ്മൾ നിറയെ സൂചിപ്പിച്ചിട്ടുള്ള പല വിവാഹരംഗത്തുള്ള പല സംഗതികളുമൊക്കെ അവളെ സ്വാധീനിച്ച് കൊണ്ടായിരിക്കാം ഇതിന്ന് ഒഴിവാകുന്നത്. അപ്പം അത് പാടുള്ളതല്ല. ഈമാനുള്ള യുവതീ യുവാക്കൾ വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ വിവാഹം എന്ന് പറയുമ്പോഴേ ചില ആളുകൾ ഈ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കാന്ന് പറയല്ലോ.
പാടില്ലത്. വിവാഹത്തിന് ചില ഷർത്തുകളുണ്ട്. ശുറൂത്തുൻ നിക്കാഹി ഖംസത്തുൻ, വിവാഹത്തിന് നിക്കാഹിന് 5 ഷർത്തുകളുണ്ട് എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറയാം, ആ 5 ഷർത്തുകളും നമ്മൾ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ കാണാം. ഈ ആരാണ് വധു ആരാണ് വരൻ എന്ന് നിർണയിക്കണം. ഒരാൾ ഞാൻ എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാകൂല. എന്താ കാരണം? അയാൾക്ക് 2 or 3 പെൺകുട്ടികളുണ്ടാകും. അപ്പം ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ ഏത് പെൺകുട്ടി? അത് ഫാത്തിമയാണോ, സഫിയയാണോ, വലിയവളാണോ, ചെറിയവളാണോ, മധ്യഭാഗത്തുള്ളവളാണോ എന്നൊക്കെ പേരോടുകൂടെ തന്നെ ഞാൻ എൻ്റെ ഇന്ന മകളെ കല്യാണം കഴിച്ചു തന്നു എന്ന് പറയണം. അതാണ്. അതുപോലെ തന്നെ നിക്കാഹിന്റെ 2ാമത്തെ ഷർത്ത, ഭർത്താവിന് അവളെക്കുറിച്ച് തൃപ്തി വേണം, അവൾക്ക് ഇങ്ങോട്ടും തൃപ്തി വേണം. അതൊക്കെ ആയിട്ട് നിക്കാഹ് ചെയ്താൽ മതി. അതിങ്ങനെ കോഴി അയലിൽ കയറിയത് പോലെ ആ രൂപത്തിൽ നിക്കാഹിലേക്ക് പോകാൻ പാടില്ല. തൃപ്തി ഉണ്ടാകണം. ഇനി നിങ്ങൾ നോക്കൂ, വുജൂദുൽ വലി, വലിയുണ്ടാകണം. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് രക്ഷാധികാരി നിർബന്ധമാണ്. ഒരു സ്ത്രീ അവളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, മനോഹരമായൊരു ക്യാമ്പസിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ, ഒരു ഫാക്ടറിയിൽ, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ അവിടുന്ന് ഒരു വ്യക്തിയെ കാണുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ജീവിക്കാൻ പറ്റൂല. വലിയ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബിവലിയൻ, വലിയില്ലാതെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ 19710 നമ്പറായി നൽകുന്ന വചനമാണ്. ഇമാം അബൂദാവൂദ് 2085 നമ്പറായി നൽകുന്ന വചനമാണ്. ഇങ്ങനെ ചില ആളുകൾക്ക് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ രക്ഷിതാവില്ലാതെ, എൻ്റെ പിതാവില്ലാതെ കല്യാണം കഴിച്ചുകൂടാ എന്നൊക്കെയുള്ള അവകാശം മാത്രമാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അതുകൊണ്ടുള്ള അപകടം എന്തിനാണ്? ഈ വലിയന്റെ ബാധ്യതകളുണ്ട് പ്രിയമുള്ളവര്. കേവലം കൈ കൊടുക്കുകയല്ല, നിക്കാഹിന്റെ സദസ്സിൽ കൈ കൊടുക്കുകയല്ല. വലിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തി കഞ്ചാവ് വലിക്കുന്നവനാണോ, കള്ളുകുടിയനാണോ, ദുഷ്ടനാണോ, ഈമാനുള്ളവനാണോ എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് വലിയ. ഈ പെൺകുട്ടിയുടെ ഭാവി, അന്തസ്, അഭിമാനം, ദീന് അത് സംരക്ഷിക്കുന്നവരായിരിക്കണം. അതാണ്. അതുകൊണ്ട് വലിയില്ലാതെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി വലിയിഹാ, വലിയന്റെ അനുവാദമില്ലാതെ ഏതൊരു സ്ത്രീ കല്യാണം കഴിച്ചാലും ഫനികാഹുഹാ ബാത്തിലുൻ, ആ വിവാഹം നിഷ്ഫലമാണ്, ബാത്തുലാണ്, സാധുവല്ല. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു ഫനികാഹുഹാ ബാത്തുലുൻ. ഇമാം തിർമിദി തന്റെ സുനനിൽ 1102 നമ്പറായി നൽകുന്ന വചനമാണ്. ആരാണ് വലിയാകേണ്ടത്? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് അവളുടെ വലിയ എന്ന് പറഞ്ഞാൽ അവളുടെ പിതാവാണ്. പിതാവില്ലെങ്കിലോ ജദ്ദുഹാ, പിതാവിന്റെ പിതാവാണ്. അദ്ദേഹമില്ലെങ്കിലോ സുമ്മ ഇബ്നുഹാ, 2ാമതൊക്കെ കല്യാണമാണ്, മക്കളുള്ള സ്ത്രീയാണ്. അപ്പോ പ്രായപൂർത്തിയായിട്ടുള്ള മൂത്ത അവളുടെ മകനാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അതില്ലെങ്കിൽ ഫൽ അഖു ഷഖീഖ്, പിതാവും മാതാവും ഒത്ത തൻ്റെ നേർക്ക് നേരെയുള്ള സഹോദരൻ. അതില്ല എങ്കിൽ ഫൽ അഖുലി അബിൻ, പിതാവ് മാത്രമൊത്ത സഹോദരൻ. അതുമില്ല എങ്കിൽ ഫൽ അഖ്റബ്, ഏറ്റവും അടുത്ത ബന്ധു. അങ്ങനെ വലിയൊന്നുമില്ല എങ്കിലോ ഫസുൽത്താനു, വലിയുമല്ല വലിയ ലഹുന, വലിയില്ലാത്തവന്റെ വലിയ സുൽത്താനാണ്, ഭരണാധികാരിയാണ്, ഖാളിയാൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വലിയ വേണം. ഒരു വലിയും ഒരു ഉത്തരവാദി ഇല്ലാതെ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല. നാലാമത്തെ ഷർത്ത് എന്ന് പറയുന്നത് സാക്ഷ്യം വേണം, സാക്ഷികൾ വേണം. എന്താ സാക്ഷികൾ?
നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഷാഹിദ ആദിലിൻ, നീതിബോധമുള്ള വിശ്വാസികളായ 2 സാക്ഷികൾ വേണം. 5, ഈ കല്യാണം കഴിക്കുന്നത് മിൻ മവാനിഹിൻ നിക്കാഹ്, അതായത് വിവാഹബന്ധം അനുവദിക്കപ്പെട്ട ആളുകൾ തമ്മിലായിരിക്കണം. ഒരാള് അയാളുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ മഹറമിൽപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ മുലകുടി ബന്ധം അതിലൂടെ ഉള്ള പിന്നെ ആളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾക്ക് അയാളുടെ ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയുടെ അനിയത്തിയെയോ സഹോദരിയെയോ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആളെ കല്യാണം കഴിച്ചുകൂടാ. ഇങ്ങനെ 5 ഷർത്തുകളാണ് സഹോദരങ്ങളെ. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വിവാഹരംഗത്ത് അനവധി ആഭാസത്തരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ അതായത് ജനുവരി 16-ാം തീയതി കണ്ണൂർ ജില്ലയിൽ വിവാഹാഘോഷത്തിനിടെ വരൻ അവിടെ നിന്ന് വധുവിൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന ആ ഇറക്കം, അതുപോലെ തിരിച്ചു വരുമ്പോൾ ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചു എന്നുള്ളതാണ്. പടക്കങ്ങൾ പൊട്ടിക്കുക മാത്രമല്ല, സ്പ്രേ, കളറിങ്, അങ്ങനെ പലതരം പേരിലാണ് പേക്കൂത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചു എന്നാണ്. പടക്കം പൊട്ടിച്ചപ്പോൾ തൊട്ടയൽപ്പക്കത്തെ വീട്ടില് 20 ദിവസം പ്രായമായ നവജാത ശിശുവുണ്ട്. ആ നവജാത ശിശു അപസ്മാരമുണ്ടായി തീവ്ര പരിചരണ വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ആവർത്തിച്ച് ഉഗ്രശേഷിയുള്ള പടക്കങ്ങളുടെ ഭീകരമായ ശബ്ദം കൊണ്ട് ഇന്നലെ പത്രത്തിൽ വന്ന കാര്യമാണ്. മുസ്ലിം സമുദായത്തിലാണ് ഈ സംഭവം എന്നുള്ളത് വളരെ നാണക്കേടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള, പ്രതാപമുള്ള, അന്തസ്സുള്ള മുസ്ലിം സമൂഹമായിട്ട് ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആബാഇനാ വലി ഉമ്മഹാതിനാ വലി അസ്വാജിനാ വലി ദുർരിയാതിനാ വലി ഇഖ്വാനിനാ വലി അഖവാതിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ الكافرين ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم رب ارحم والدينا كما ربونا صغارا اللهم اعتق ركابنا وركاب آبائنا وأمهاتنا وركابنا من النار يا رب العالمين ويا أرحم الراحمين صلى الله وسلم على نبينا وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.